പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവ് വത്തിക്കാനിൽ നടക്കുകയാണ്. രണ്ടാം ദിനം കോൺക്ലേവ് തുടങ്ങി. ആദ്യ ദിന വോട്ടെടുപ്പിൽ കണ്ടെത്താനായിരുന്നില്ല. ജോൺ ലോറൻസ് വിവരങ്ങൾ നൽകുന്നു. ലോറൻസ്, ആ വാർത്തയിലേക്ക്. ാനുള്ള കോൺക്ലേവ് വത്തിക്കാനിൽ നടക്കുന്നു. രണ്ടാം ദിനത്തെ കോൺക്ലേവ് ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നു. ആദ്യ ദിന വോട്ടെടുപ്പിൽ പാപ്പയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. എന്തൊക്കെയാണ് ഇന്ന് ഉള്ള നടപടിക്രമങ്ങൾ? ബനേഷ്, ഇന്നും പുതിയ നടപടിക്രമമൊന്നുമില്ല. ഇന്നലത്തെ നടപടിക്രമത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ നടപടിക്രമങ്ങളും. ഇന്നലെ ആദ്യ റൗണ്ട് ഇന്നലെയാണ് കോൺക്ലേവ് ആരംഭിച്ചത്. ഇന്നലെ ഒരു വോട്ടെടുപ്പ് മാത്രമാണ് നടന്നത്. അതിൽ കോൺക്ലേവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കോൺക്ലേവിൽ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ, അല്ലെങ്കിൽ ആരൊക്കെ ആവാം പോപ്പ്, അല്ലെങ്കിൽ ഏത് കർദിനാൾമാരാണ് പോപ്പ് ആവാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് മുൻഗണന, അല്ലെങ്കിൽ ആരൊക്കെയാണ് മുന്നിൽ എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീർപ്പ്, അല്ലെങ്കിൽ കർദിനാൾമാരുടെ മുൻപിൽ ആരൊക്കെ ആവാം പോപ്പ് ആയി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളവർ ആരൊക്കെ എന്നുള്ള ഒരു മുൻഗണനാക്രമം ഇന്നലത്തെ വോട്ടെടുപ്പോടുകൂടി കോൺക്ലേവിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതാണ് ഇന്നലെ നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നലെ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള പോപ്പ് കർദിനാൾമാരുണ്ടാവും. അവരെ സോർട്ട് ചെയ്ത് മാറ്റും. അവരെ മാറ്റിയതിന് ശേഷം കൂടുതൽ വോട്ടുകൾ കിട്ടിയ ആളുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്കാണ് ഇന്ന് കോൺക്ലേവ് തുടങ്ങുക എന്നാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് ഇന്ന് കോൺക്ലേവ് മാറുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഒന്നിലധികം കർദിനാൾ, 5, 6 അല്ലെങ്കിൽ 7, 8, 10 കർദിനാൾമാർക്ക് വോട്ട് വീണിട്ടുണ്ടാവാം. അതിൽ കുറവ് വോട്ട് കിട്ടിയ ആളുകളെ മാറ്റിയതിന് ശേഷമുള്ള, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാലറ്റുകളായിരിക്കാം ഇന്ന് കോൺക്ലേവിൽ വിതരണം ചെയ്യുക. അതെല്ലാ കാലത്തും അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം. കുറവ് വോട്ട് കിട്ടുന്നവർ പിന്തള്ളപ്പെടുകയും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നവർ മുന്നിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇന്ന് കർദിനാൾമാരുടെ മുമ്പിൽ അതായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടിയ ആളുകളിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഇന്ന് കോൺക്ലേവ് നീങ്ങുക. ഏതായാലും ഒരുപക്ഷെ ഇന്ന് 4 വോട്ടെടുപ്പ്, ഇന്ന് 2 തവണ കോൺക്ലേവ് ചേരും. അപ്പോൾ രാവിലെയുള്ള കോൺക്ലേവ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയുള്ള സെഷനിൽ 2 വോട്ടെടുപ്പ് ഉണ്ടാകും. ഉച്ച കഴിഞ്ഞുള്ള സെഷനിലും 2 വോട്ടെടുപ്പ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് 4 വോട്ടെടുപ്പ് ഉണ്ടാകും. അപ്പോൾ പൊതുവെ ഇന്ന് കോൺക്ലേവ് പൂർത്തിയായില്ല എങ്കിൽ 5 റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 21ാം നൂറ്റാണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കോൺക്ലേവിനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, 21ാം നൂറ്റാണ്ടിൽ 2 പാപ്പമാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ജോൺ പോൾ രണ്ടാമന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ബെനഡിക്ട് 16-നും പിന്നീട് ബെനഡിക്ട് 16-ന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് പോപ്പും. ഈ 2 പേരുടെ തെരഞ്ഞെടുപ്പിലും കോൺക്ലേവ് 5 റൗണ്ടിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് 5ാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് കോൺക്ലേവ് പോയില്ല. ബെനഡിക്ട് 16 മൂന്നാമത്തെ റൗണ്ട് വോട്ടെടുപ്പിൽ ബെനഡിക്ട് 16 തെരഞ്ഞെടുക്കപ്പെട്ടു. അതായത് രാവിലെ നടന്ന കോൺക്ലേവിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഫ്രാൻസിസ് പോപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് രണ്ടാം ദിവസം ഉച്ച കഴിഞ്ഞുള്ള കോൺക്ലേവിലാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 4ാമത്തെ റൗണ്ടിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിവരം. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് 21ാം നൂറ്റാണ്ടിൽ കോൺക്ലേവിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ കോൺക്ലേവ് കൂടുതൽ കൂലങ്കഷമായ ചിന്തകളിലേക്കൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ അനന്തമായി നീളാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 2ാം ദിവസം കോൺക്ലേവിൽ പുതിയ പാപ്പ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലത്തെ സെഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ പോപ്പ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ സെഷനിൽ പോപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബനേഷ്, ഇതുവരെയുള്ള ഈ നടപടിക്രമങ്ങളുടെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ആദ്യ ദിനങ്ങളിൽ നമ്മൾ സാധ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഇത്രയും രണ്ടാം ദിനം ആയതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് സാധ്യത എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ടോ? ബനേഷ്, ഇനിയിപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ വലിയ കാര്യമില്ല. കാരണം കോൺക്ലേവ് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും വത്തിക്കാൻ്റെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ അദ്ദേഹത്തിന് വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏഷ്യയിൽ നിന്നുള്ള കർദിനാൾ അന്റോണിയോ ടഗ്ലയ്ക്ക് 2ാം സ്ഥാനക്കാരൻ, അദ്ദേഹം വാതുവെപ്പുകാരും സാധ്യതാ പട്ടികയിൽ ഉണ്ടായ 2ാമത്തെ ആളാണ് അന്റോണിയോ ടഗ്ലെ. അദ്ദേഹം ഫിലിപ്പീൻസിലെ മനിലയിലെ കർദിനാളാണ്. മനില അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായ അന്റോണിയോ ടഗ്ലെ. അദ്ദേഹം ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് ഇപ്പോഴത്തെ കാല
കാലം ചെയ്ത മാർപ്പാപ്പയുടെ നയങ്ങളോട് നയങ്ങളെ പിന്തുടരുന്ന ആളും അത് ആ നയങ്ങൾ പിന്തുടരണം, സഭാ നയങ്ങൾ പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കർദിനാൾമാരുടെ ഇടയിൽ വലിയ ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് ആദ്യമേ മുതൽ പറഞ്ഞു കേൾക്കുന്നത്. അതൊരു വസ്തുതയാണ്. അദ്ദേഹം ഒരുപക്ഷെ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ഏഷ്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്നുള്ള കർദിനാളിൻ്റെ പേര് മാൽക്കം രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് ഹംഗറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കർദിനാൾ പീറ്റർ ഖാനയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ ടർക്സന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു പേര്, കറുത്ത കുതിര എന്ന രീതിയിൽ പുതിയൊരു പേര് ഉയർന്നു വന്നിരിക്കുന്നത് ജെറുസലേമിലെ ലത്തിയൻ പാത്രിയാർക്കീസ്, അതായത് ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പിയർ ബാറ്റിസ്റ്റ പിസബെല്ല. അദ്ദേഹത്തിന് പ്രായം തന്നെ കുറവാണ്, 62 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല സാധ്യതകളും പുതിയ ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കർദിനാൾമാരുടെ മുമ്പിൽ പല സാധ്യതകളും ഉണ്ട്. അവർ ഒരു പോപ്പിനെ തെരഞ്ഞെടുക്കുമ്പോൾ എല്ലാ കാലത്തും പെട്ടെന്നൊരു കോൺക്ലേവിന് കർദിനാൾമാർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 65 വയസ്സ് 70 വയസ്സിനിടയിലുള്ള ആളുകളായിരിക്കും കർദിനാൾമാർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കായിരിക്കും കർദിനാൾമാരുടെ മുമ്പിൽ ഒരു മുൻഗണന. പെട്ടെന്നൊരു കോൺക്ലേവിന് കർദിനാൾമാർ തയ്യാറെടുക്കില്ല. കാരണം ഒരു 10 വർഷത്തെങ്കിലും ഒരു പോപ്പ് ഉണ്ടാവണം, വത്തിക്കാനിൽ ഉണ്ടാവണം എന്നുള്ള ഒരു മുൻഗണനാക്രമം കർദിനാൾമാരുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ പ്രാഗൽഭ്യം, അതൊരു പ്രധാനപ്പെട്ട, എല്ലാവർക്കും പോപ്പ് ആവാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോപ്പ് ലോകത്തിൻ്റെ ധാർമ്മികതയുടെ ശബ്ദമാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ രാഷ്ട്രീയക്കാരനാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് പോപ്പാവണമെന്നാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആ ഒരു പദവിയേക്കാൾ ഉയർന്ന പദവിയിലുള്ളയാളാണ് ഈ പോപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ആൾക്ക് ചില യോഗ്യതകളൊക്കെ വേണം. കുറച്ചധികം ഭാഷകൾ അറിയണം, നല്ല സരസമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാവണം, പ്രായത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഇക്കരങ്ങളിൽ കർദിനാൾമാരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതെല്ലാം കണക്കിലെടുത്താവും ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുക. ഒരു 70-നും താഴെയുള്ള പ്രായമുള്ള ഒരു പോപ്പിനെ ആയിരിക്കും ഒരു കർദിനാളിനായിരിക്കും അവർ മുൻഗണനാക്രമം നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആഫ്രിക്കയിൽ നിന്നാണോ യൂറോപ്പിൽ നിന്നാണോ അത് ഏഷ്യയിൽ നിന്നാണോ പോപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഫ്രിക്കയ്ക്ക് ഒരു മുൻഗണനാക്രമമുണ്ട്. കാരണം സഭയുടെ ആധുനിക കാലത്ത് സഭയുടെ ശക്തി കേന്ദ്രമായി വളർന്നു വരുന്നത് ആഫ്രിക്കയാണ്, പിന്നീട് ഏഷ്യയാണ്. യൂറോപ്പിൽ സഭയ്ക്ക് തിരിച്ചടികളുണ്ട്. എന്നിരുന്നാൽ പോലും യൂറോപ്പിൽ നിന്നൊരു പോപ്പിന് സാധ്യതയില്ല എന്നില്ല. കാരണം ഈ കോൺക്ലേവിൻ്റെ ഘടന തന്നെ വളരെ സങ്കീർണമാണ്. 53 കർദിനാൾമാരാണ് ആഫ്രിക്കയിൽ നിന്നുള്ളത്, യൂറോപ്പിൽ നിന്നുള്ളത്. അപ്പോൾ അമേരിക്കയിൽ നിന്നുണ്ട് 20 കർദിനാൾമാരുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയിൽ നിന്നൊരു പോപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലോകത്തിൻ്റെ അധികാര ഘടന അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ശക്തനായ ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു അമേരിക്കക്കാരനെ ഒരു കർദിനാൾ അധികാരപരമായ ഒരു ഘടന അനുസരിച്ച് വത്തിക്കാനിൽ പോപ്പാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. യൂറോപ്പിൽ നിന്നാണെങ്കിൽ ഇറ്റലിക്കാണ് കൂടുതൽ സാധ്യത നമ്മൾ കാണേണ്ടത്. ഇറ്റലിയിൽ നിന്ന് 3 കർദിനാൾമാരാണുള്ളത്. അതാണ് പിയട്രോ പരോളിൻ, അതുപോലെ മറ്റിയോ സുപ്പി. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു കർദിനാളാണ്. കാലം ചെയ്ത പോപ്പിൻ്റെ പാത പിന്തുടരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു മിതവാദിയാണ്, മധ്യവർത്തി നിലപാടുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ഹംഗറിയിൽ നിന്നുള്ള പീറ്റർ എർദോ, അദ്ദേഹം യാഥാസ്ഥിതികനുമാണ്, അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കത്തോലിക്ക സഭയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാത്ത ആളും, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ, ആ ഒരു ഇൻക്ലൂഷൻ തിയറി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്നുള്ള ആ നിലപാട് അത് സഭയ്ക്ക് ഗുണം ചെയ്തു എന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് കർദിനാൾമാർക്കിടയിലുണ്ടായി. അപ്പോൾ ഫ്രാൻസിസ് പോപ്പും അതുപോലെ ബെനഡിക്ട് 16-നും പോപ്പ് ഫ്രാൻസിസും ചേർന്നുള്ള സങ്കലന രൂപത്തിലുള്ള ഒരു പോപ്പിനെ ആയിരിക്കും ഒരുപക്ഷെ വത്തിക്കാൻ ഇനി കർദിനാൾമാർ കണ്ടെത്തുക. കാരണം യാഥാസ്ഥികമായ നിലപാടുകൾ തുടരുകയും വേണം, അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയും ആയിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ 2 രീതിയിൽ മധ്യവർത്തി നിലപാടുള്ള ഒരു കർദിനാൾ തിരഞ്ഞെടുക്കപ്പെടാനാണ് കൂടുതൽ സാധ്യത. ബനേഷ്, 2ാം ദിനത്തെ കോൺക്ലേവ് ആരംഭിച്ചിരിക്കുന്ന ഈ നിമിഷം ആർക്കൊക്കെ സാധ്യതകൾ എന്ന് പലതരത്തിലുള്ള ഘടകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു ജോൺ ലോറൻസ്.